കുട്ടികൾ നമ്മൾ സോഷ്യൽ സയൻസ് എടുക്കുന്നത് സോഷ്യൽ സയൻസിൻ്റെ രണ്ടാമത് സോഷ്യൽ സയൻസ് സെക്കൻഡ് എന്ന് പറയുമ്പോൾ ജിയോഗ്രാഫിയാണ്. നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചു സോഷ്യൽ സയൻസ്. 9ാം ക്ലാസ്സിലെത്തുമ്പോൾ നമുക്ക് തന്നെ ഒരു അത്ഭുതം തോന്നിയിട്ടുണ്ടാകും. കാരണം സോഷ്യൽ സയൻസ് ക്യാൻ ബി ഡിവൈഡ് ഇൻ ടു ടെക്സ്റ്റ്. സോഷ്യൽ സയൻസ് ഫസ്റ്റ് ഹിസ്റ്ററി ആൻഡ് സോഷ്യൽ സയൻസ് സെക്കൻഡ് ജിയോഗ്രാഫി. അങ്ങനത്തെ ഒരു ടെക്സ്റ്റ് എടുക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടാവില്ല, കുറച്ച് ടഫായിട്ട് തോന്നിയിട്ടുണ്ടാവും. കാരണം ഇതങ്ങനെ ഇപ്പോൾ പഠിക്കൽ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടാവും. എങ്കിലും 8ാം ക്ലാസ്സിനെ അപേക്ഷിച്ച് 9ാം ക്ലാസ് കുറച്ച് ടഫായിരിക്കും. പക്ഷെ നമ്മൾ വിചാരിക്കും 10ാം ക്ലാസ് ഭയങ്കര ടഫായിരിക്കും തോന്നും. പക്ഷേ കുട്ടികൾ നമുക്ക് പറയാം 10ാം ക്ലാസ് ഏറ്റവും എളുപ്പമുള്ളൊരു ടെക്സ്റ്റ് പുസ്തകമാണ്. 10 ചാപ്റ്റർ ഉണ്ട്. ഈ 10 ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ഹിസ്റ്ററിയും ജിയോഗ്രാഫിയുമായി സോഷ്യൽ സയൻസ് എന്ന് പറയപ്പെടുന്ന പുസ്തകം ഒറ്റ പരീക്ഷയാണ്. ഹിസ്റ്ററിയും ജിയോഗ്രഫിയും 2 ഭാഗമുണ്ടെങ്കിലും ഒരു പരീക്ഷയാണ് 80 മാർക്ക്. അപ്പോൾ ജിയോഗ്രഫിയിൽ മാത്രം 40 മാർക്കിൻ്റെ ചോദ്യമാണ്. അതിൽ ആദ്യം വരുന്നത് നമുക്കറിയാം സീസണൽ ചേഞ്ചസ്. അപ്പോൾ ഋതുഭേദങ്ങൾ, സീസണൽ ചേഞ്ചസ് ആൻഡ് ടൈം എന്ന് പറയുമ്പോൾ ഋതുഭേദങ്ങളും സമയവും. അപ്പോൾ ഈ അധ്യായത്തിൽ നമ്മൾക്ക് ചെറുപ്പത്തിലെ പഠിച്ചത് റവല്യൂഷൻ, റൊട്ടേഷൻ, ദെൻ ഇക്വിനോക്സ്, ഇങ്ങനെ വരുന്ന കുറച്ച് ഭാഗം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന ഋതുക്കൾ സീസൺസ് സമ്മർ സീസൺ, വിന്റർ സീസൺ ആൻഡ് റെയിനി സീസൺ. ദെൻ ഇന്ത്യയിലെത്തുമ്പോൾ റെയിനി സീസൺ ക്യാൻ ബി ഡിവൈഡ് ടു സൗത്ത് വെസ്റ്റ് മൺസൂൺ ആൻഡ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ. നമ്മൾക്കിപ്പം വരുന്ന ജൂൺ മാസം മുതൽ സെപ്റ്റംബർ വരെ വരുന്നത് സൗത്ത് വെസ്റ്റ് മൺസൂൺ ആണ്. അപ്പോൾ നമ്മൾക്ക് അങ്ങോട്ടൊന്നും പോണ്ട. ഇരിക്കട്ടെ, ഞാൻ അദ്ദേഹത്തിലേക്ക് കടന്നാൽ വി എക്സ്പീരിയൻസ് ദ റിക്കറൻസ് ഓഫ് വിന്റർ, സമ്മർ ആൻഡ് റെയിനി സീസൺ വൺ ആഫ്റ്റർ ദി അതേഴ്സ്. സച്ച് ചേഞ്ചസ് ഓൺ ദി എർത്ത് ഈസ് നോൺ ആസ് സീസണൽ ചേഞ്ചസ്. അതായത് മഞ്ഞുകാലം, വേനൽക്കാലം, മഴക്കാലം എന്നിവ മാറി മാറി അനുഭവപ്പെടുകയും അതിനനുസൃതമായി പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങളെയുമാണ് ഋതുഭേദങ്ങൾ എന്ന് പറയുന്നത്. ദെൻ റീസൺ ഫോർ ദി സീസണൽ ചേഞ്ചസ്, ദ ടിൽറ്റ് ഓഫ് ദി ആക്സിസ്, ദെൻ റവല്യൂഷൻ. ഇതെല്ലാമാണ് നമ്മൾ ഋതുഭേദങ്ങൾക്ക് അല്ലെങ്കിൽ സീസണൽ ചേഞ്ചസിന് കാരണം. നമ്മൾ പണ്ടേ പഠിച്ചൊരു കാര്യമുണ്ട്, വാട്ട് ഈസ് റവല്യൂഷൻ കേട്ടോ. റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ പരിക്രമണം. ദ എർത്ത് revolves around the sun in an elliptical orbit is known as revolution. എലിപ്റ്റിക്കൽ ഓർബിറ്റ് മീൻസ് ദീർഘവൃത്താകൃതിയിലുള്ള സഞ്ചാരപഥം എന്നാണ് പറയുന്നത്. അപ്പോൾ ദ എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദി സൺ ഇൻ ആൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ് ഈസ് നോൺ ആസ് റവല്യൂഷൻ. അവിടെ നമുക്കൊരു ചോദ്യം കേൾക്കോ, നമ്മൾ റവല്യൂഷന് എത്ര സമയമാണ് കേട്ടോ. The earth takes as 365 and 6 hours to complete one revolution. നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചൊരു ചോദ്യമുണ്ട്, അവിടെ തന്നെ കേട്ടോ. എന്താണ് ലീപ്പ് ഇയർ എന്ന് പറഞ്ഞാൽ കിട്ടുമോ കേട്ടോ. വി കൺസിഡേർഡ് ദാറ്റ് 1 year is 365 days and 6 hours. Each every 4 years 6 hours to mix 1 day, and it added to February, and February became 29 days, and 1 year is 366 days is known as leap year. അതായത് ഭൂമിക്ക് ഒരു പരിക്രമണം പൂർത്തിയാക്കുവാൻ 365 ദിവസവും 6 മണിക്കൂറും ആവശ്യമാണ്. എന്നാൽ ഒരു വർഷത്തിൽ 365 ദിവസവും അധികമായി വരുന്ന 6 മണിക്കൂർ ഒരു വർഷം കൂടുമ്പോൾ, 4 വർഷം കൂടുമ്പോൾ ഒരു ദിവസമാക്കി മാറ്റുകയും അത് ഫെബ്രുവരി മാസത്തോടൊപ്പം കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഫെബ്രുവരി മാസത്തിൽ 29 ദിവസവും ഒരു വർഷത്തിൽ 366 ദിവസവും വരുന്ന വർഷത്തെയാണ്
അതിവർഷം എന്ന് പറയുന്നു. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഏതെല്ലാം ദിവസങ്ങളിലായിരിക്കും, ഏതെല്ലാം വർഷങ്ങളിലായിരിക്കും അതിവർഷം എന്നത്. എനിക്കട്ടോ നമുക്ക് 2-3 പ്രത്യേകത. ഇക്വേറ്റർ അറിയാം, ട്രോപ്പിക് ഓഫ് ക്യാൻസർ അറിയാം, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ അറിയാം. ഇവിടെ കണ്ടോ, ഇക്വേറ്റർ 0 ഡിഗ്രി ആണ്. ട്രോപ്പിക് ഓഫ് ക്യാൻസർ 23½ ഡിഗ്രി ആണ്. ഡിഗ്രി ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ആണ്. അപ്പോൾ കേട്ടോ, നമ്മൾ ഡ്യൂറിംഗ് ദി റവല്യൂഷൻ പീരീഡ് ദ സൺ മൂവ്സ് നോർത്ത് ആൻഡ് സദേൺ ഹെമിസ്ഫിയർ. കേട്ടോ, ദ പൊസിഷൻ ഓഫ് ദി സൺ ബിറ്റ്വീൻ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആൻഡ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ഈസ് നോൺ ആസ് ദ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ. അതായത് ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും ഇടയിലുള്ള സൂര്യൻ്റെ ആപേക്ഷികമായ സ്ഥാനമാറ്റത്തെ നമുക്ക് അയനം അഥവാ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ഏറ്റവും വലിയൊരു പ്രത്യേകതയുണ്ട്. സൂര്യൻ നോർത്തിലേക്ക്, അതായത് ഉത്തരായന രേഖയിലേക്ക് പോകും, സൗത്തിലേക്ക് ദക്ഷിണായന രേഖയിലേക്ക് പോകും. ഇപ്പോൾ നമുക്ക് 2-3 പ്രത്യേകതയുണ്ട് ഇവിടെ വരുന്നത്. കേട്ടോ, വാട്ട് ഈസ് പാരലിസം ഓഫ് എർത്ത് ആക്സിസ്? നേരത്തെ പറഞ്ഞൊരു ചോദ്യമാണ്. കേട്ടോ, ദ ആക്സിസ് ഓഫ് ദി എർത്ത് ഈസ് tilted at an angle of 66½ degree from the orbital plane. If measured from the vertical plane, it would be 23½ degree. The earth maintain this tilt throughout its revolution is known as a parallelism of earth axis. അത് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ എന്താണ് apparent movement of the sun പറയേണ്ടത്. The sun shifts apparently between Tropic of Cancer and Tropic of Capricorn is known as apparent movement of the sun. ഇനി കേട്ടോ, നമുക്കറിയും വാട്ട് ഈസ് ഇക്വിനോക്സ്, സമരാത്ര ദിനം, ദെൻ സമ്മർ സോളിസ്റ്റിക്, ദെൻ വിന്റർ സോളിസ്റ്റിക്. ഈ 2-3 കാര്യങ്ങൾ കണ്ടോ. ദെൻ ഡ്യൂറിംഗ് ദി റവല്യൂഷൻ പീരീഡ് ദ പൊസിഷൻ ഓഫ് ദി സൺ ഫ്രം ദി ഇക്വേറ്റർ ഓൺ March 21 and September 23rd. It is known as equinox. During that day, in the northern and southern hemisphere, equal day and night. അതായത് മാർച്ച് 21 പരിക്രമണ വേളയിൽ സൂര്യൻ്റെ അപേക്ഷിക സ്ഥാനം ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിൽ വരുന്നത് മാർച്ച് 21, സെപ്റ്റംബർ 23 എന്നീ ദിവസങ്ങളിലാണ്. ഡ്യൂറിംഗ് ദി റവല്യൂഷൻ പീരീഡ് ദ പൊസിഷൻ ഓഫ് ദി സൺ വെർട്ടിക്കലി ഓവർ ദി ഇക്വേറ്റർ ഓൺ മാർച്ച് 21 ആൻഡ് സെപ്റ്റംബർ 23rd ഈസ് നോൺ ആസ് ഇക്വിനോക്സ്. ഡ്യൂറിംഗ് ദാറ്റ് ഡേ equal day and night both the hemisphere, then it is known as equinox. Then after March 21st the sun moves in the northern hemisphere and the sun rays vertically over the Tropic of Cancer on June 21. It is known as summer solstice. What is summer solstice? Then after March 21 to June 21 the sun moves equator towards Tropic of Cancer. Then the position of the sun vertically over the Tropic of Cancer on June 21, it is known as summer solstice. During that period in the northern hemisphere, longest day and shortest night. Then
After September 23, the sun moves in the southern hemisphere and vertically over the Tropic of Capricorn on December 22. Then after September 23rd, the sun moves in the southern hemisphere and sun rays vertically over the Tropic of Capricorn on December 22. It is known as winter solstice. During that day, in the northern hemisphere, longest day, in the northern hemisphere, longest night and shortest day. ഇതാണ് നമ്മൾക്ക് വരുന്നത്. അതായത് ഇക്വിനോക്സ് എന്ന് പറയുമ്പോൾ ഇക്വിനോക്സിൽ ഡേ ആൻഡ് നൈറ്റ് ഈക്വലും സമ്മർ സോളിസ്റ്റിക്കിൽ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ലോങ്ങസ്റ്റ് ഡേ ആൻഡ് ഷോർട്ടസ്റ്റ് നൈറ്റ്, ദെൻ വിന്റർ സോളിസ്റ്റിക്കിൽ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ലോങ്ങസ്റ്റ് നൈറ്റും ഷോർട്ടസ്റ്റ് ഡേയുമായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് പ്രധാനപ്പെട്ട ചോദ്യോത്തരമാണ്. അതായത് സീസണൽ ചേഞ്ചസ്, സെക്കൻഡ് വൺ വാട്ട് ഈസ് റവല്യൂഷൻ, ആൻഡ് തേർഡ് വൺ പാരലിസം ഓഫ് എർത്ത് ആക്സിസ്, അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ, ദെൻ പിന്നെ വരുന്നത് ഇക്വിനോക്സ്, സമ്മർ സോളിസ്റ്റിക്, വിന്റർ സോളിസ്റ്റിക്. ഇതെല്ലാം നമ്മൾ കൃത്യമായി നോക്കിയാൽ വളരെ എളുപ്പമുള്ള ചോദ്യോത്തരമാണ്. അപ്പോൾ നമ്മൾ പഠിക്കേണ്ടത് ഓരോന്നും കൃത്യമായി പഠിച്ചാൽ നമ്മൾക്ക് ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ കാൽഭാഗമായി. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വരുന്നത് ഇക്വിനോക്സ് ആണ്. ഇക്വിനോക്സ് വരുന്ന ദിവസം മാർച്ച് 21, സെപ്റ്റംബർ 23. സമ്മർ സോളിസ്റ്റിക് ജൂൺ 21, വിന്റർ സോളിസ്റ്റിക് ഡിസംബർ 22. ഇങ്ങനെ പറയുമ്പോൾ ഒരു ചോദ്യം ഞാൻ ചോദിക്കുക, ഇന്ത്യയുടെ വിച്ച് ലാറ്റിറ്റ്യൂഡ് പാസസ് ത്രൂ ഇന്ത്യ? അങ്ങനെ ഒരു ചോദ്യം ഉണ്ട്. അതായത് ഇന്ത്യയുടെ മധ്യഭാഗത്തുകൂടി കടന്നു പോകുന്ന അക്ഷാംശരേഖ, ഇന്ത്യയുടെ മധ്യഭാഗത്തുകൂടി കടന്നു പോകുന്ന അക്ഷാംശരേഖയാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ. വിച്ച് ആർ ദി ഇന്ത്യൻ സ്റ്റേറ്റ് ദാറ്റ് പാസസ് ത്രൂ ഇന്ത്യ? അതായത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ പാസ് ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സിരുത്തി നോക്കണം. ഞാൻ ആ സ്റ്റേറ്റിൻ്റെ ആദ്യത്തെ അക്ഷരം എഴുതുന്നത് മലയാളത്തിലാകുന്നത് ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ത്രിപുര, മിസോറാം. ദെൻ വിച്ച് ആർ ദി ഇന്ത്യൻ സ്റ്റേറ്റ് ദ ട്രോപ്പിക് ഓഫ് ക്യാൻസർ പാസസ്? ഗുരാമ, ചാച്ച, പത്രിമി. ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ത്രിപുര ആൻഡ് മിസോറാം. അപ്പോൾ ഇത്ര പോരെ ഇന്ന് പഠിച്ചാൽ മതി. കാരണം കാര്യമായിട്ടുള്ള ചോദ്യോത്തരമാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. അപ്പോൾ എഴുതിയെടുത്ത് പഠിക്കാൻ ശ്രമിക്കുക. ടെക്സ്റ്റ് ഉള്ളവരുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക, ടെക്സ്റ്റും വെച്ച് ഇത് കമ്പയർ ചെയ്യുക, ഒന്നതിന് ശരിക്കും പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരും.